Welcome to NCERT +1 and +2 Physics. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിയിലെ സമ്മറിയുടെ 6th പോയിന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. So this is the point. The equilibrium state of thermodynamic system are described by state variables. The value of state variable depend only on the particular state, not the path used to arrive at that state. Example of state variables are pressure, volume, temperature, and mass. Heat and work are not state variables. An equation of state, like the ideal gas equation, is a relation connecting different state variables. അപ്പോൾ ഇതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നെക്സ്റ്റ് സെക്ഷൻ ഇസ് തെർമോഡൈനാമിക് പ്രോസസ്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. തെർമോഡൈനാമിക് പ്രോസസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പരിചയപ്പെടാൻ പോകുന്നത് പലതരത്തിലുള്ളത് ഹീറ്റ് ട്രാൻസ്ഫറൻസ് പലതരത്തിൽ സിസ്റ്റം സറൗണ്ടിങ്സും തമ്മിൽ നടക്കും. അപ്പം അങ്ങനെ പല പ്രോസസ്സുകൾ അതിനുണ്ട്. അപ്പം ആദ്യമായിട്ട് പലതരത്തിലുള്ള പ്രോസസ്സുകളിലൂടെ അത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫറൻസ് നടക്കും. അപ്പം അതിലുള്ള പല പ്രോസസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഈ ക്വാസി സ്റ്റാറ്റിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് മീൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്. ക്വാസി മീൻസ് നിയർലി എന്നുള്ളതാണ്. അപ്പൊ നിയർലി കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. അപ്പം ഇപ്പൊ ഒരു ഗ്യാസിനെ കൺസിഡർ ചെയ്യാം. കൺസിഡർ എ ഗ്യാസ് ആൻഡ് ആ ഗ്യാസ് എന്ന് പറയുന്നത് ദിസ് ഇസ് അവർ സിസ്റ്റം. ഈ ഗ്യാസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഗ്യാസ് ആണ് നമ്മുടെ സിസ്റ്റം, അതിന് ചുറ്റുമുള്ളതൊക്കെയാണ് സറൗണ്ടിങ്സ്. അപ്പം ഈ ഗ്യാസ് എന്ന് പറയുന്നത് അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലുമാണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലുമാണെന്ന് വിചാരിക്കാം. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയം മീൻസ് പുറത്തെ ടെമ്പറേച്ചറും അകത്തെ ടെമ്പറേച്ചറും സെയിം ആണ്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം മീൻസ് ഈ സിസ്റ്റത്തിന് മേലെ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിട്ടുള്ള കേസാണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഗ്യാസ് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞ ഗ്യാസാണ്. ഈ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഈ സറൗണ്ടിങ്സിന്റെ പ്രഷർ എന്താണ്, എക്സ്റ്റേണൽ പ്രഷർ എന്താണ്, അതിന് ഈക്വൽ ആവും. അതിന്റെ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചറുമായിട്ട് ഈക്വൽ ആവും. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും ഇഫ് ഇറ്റ് ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സുമായിട്ട് സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയം ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഇങ്ങനെയാവും. ബട്ട് ഇൻ കേസ് സപ്പോസ് പെട്ടെന്ന് തന്നെ ഈ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് ഈ സറൗണ്ടിങ്സിലെ പ്രഷർ, അതായത് സിസ്റ്റത്തിന് പുറത്തുള്ള ആ പ്രഷർ അതെന്ന് പറയുന്നത് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കാം. അത് റെഡ്യൂസ്ഡ് ആയി, അത് പെട്ടെന്ന് കുറഞ്ഞു. അപ്പൊ എങ്ങനെ പറ്റും? ഇഫ് ഈ ഗ്യാസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനൊരു പിസ്റ്റൺ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു മൊബൈൽ പിസ്റ്റൺ ഒക്കെ അറ്റാച്ച്ഡ് ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നത്, ഇതാണ്. ഇപ്പൊ ഇതാണ് ചുറ്റുമുള്ള സറൗണ്ടിങ്സ്. അപ്പം എന്ത് സംഭവിക്കും? അപ്പൊ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എക്സ്റ്റേണൽ പ്രഷർ കുറയുമ്പോൾ ഇന്റേണൽ പ്രഷറും എന്ത് ചെയ്യും? ഇത് പെട്ടെന്ന് ഗ്യാസിന്റെ പ്രഷർ, എക്സ്റ്റേണൽ പ്രഷർ റെഡ്യൂസ് ചെയ്യുകയാണ് സറൗണ്ടിങ്സിൽ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഗ്യാസിന്റെയും അത് എന്താണ് ഇക്വിലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിസ്റ്റൺ പെട്ടെന്ന് പുറത്തേക്ക് ഔട്ട്വേർഡ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് സോ ആസ് ടു മേക്ക് ദ ഇൻസൈഡ് പ്രഷർ ഓൾസോ സെയിം വിത്ത് ദ എക്സ്റ്റേണൽ പ്രഷർ. അപ്പം ആ കേസിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്പൊ പിസ്റ്റൺ പെട്ടെന്ന് പുറത്തേക്ക് എക്സ്റ്റേണൽ പുഷ് ഉണ്ടാവുകയും പ്രഷർ ഇക്വിലിബ്രിയത്തിലാകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് ഈ ഗ്യാസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം അല്ലാത്ത സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്യും. ആ പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കും
ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഈ അകത്തെ പ്രഷർ വിൽ ബി ഡിഫറെന്റ് വിത്ത് ദ എക്സ്റ്റേണൽ പ്രഷർ. അത് നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സിലേക്ക് എത്തും. അത് അതിന്റെ പ്രഷറും ഉള്ളിലെ പ്രഷറും ഉള്ളിലെ ടെമ്പറേച്ചറും പുറത്തെ പ്രഷറും ടെമ്പറേച്ചറുമായിട്ട് ഈക്വൽ അല്ലാത്ത ആ ഒരു കേസിലേക്ക് എത്തും. അപ്പം ഈ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ സിസ്റ്റത്തിന് നമുക്ക് പ്രഷറോ ടെമ്പറേച്ചറോ വെച്ചിട്ടൊന്നും, ഇഫ് ദ സിസ്റ്റം ഇസ് ഇൻ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഇക്വിലിബ്രിയം മീൻസ് അതിന്റെ തെർമൽ ഇക്വിലിബ്രിയത്തിലല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്തെ പ്രഷറോ ടെമ്പറേച്ചറോ ഒന്നും വെച്ച് നമുക്ക് സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കാതെ വരും. ഓക്കെ, നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ പാസ് ചെയ്യണമെങ്കിൽ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നത് പ്രഷറിന്റെ കേസിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇപ്പം നേരെ മറിച്ച് നമ്മളിവിടെ ഇപ്പൊ പ്രഷർ ചേഞ്ച് പറഞ്ഞു. ഇപ്പം പുറത്തെ പ്രഷർ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? അതുപോലെ തന്നെ ഇപ്പം ഈ ഗ്യാസും അതിന്റെ സറൗണ്ടിങ്സും തമ്മിൽ, ഇപ്പൊ ഗ്യാസും അതിന്റെ സറൗണ്ടിങ്സും തമ്മിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ആയിട്ടൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇവർ തമ്മിലുള്ള ടെമ്പറേച്ചർ ഇത് TG ആണ്, ഇത് TS ആണെന്ന് വിചാരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ, ഇപ്പൊ പെട്ടെന്നൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് രണ്ടും ഒരേ ടെമ്പറേച്ചറിലല്ല, ഡിഫറെന്റ് ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്, പെട്ടെന്ന് ഈ സറൗണ്ടിങ്സിൽ നിന്നും സിസ്റ്റത്തിൽ നിന്നുള്ള ആ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയും ഫാസ്റ്റ് ആയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയും ആ സമയത്തും ഇതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്യും. അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയത് ബിക്കോസ് നമ്മൾ കൺസിഡർ ചെയ്തത് നമ്മുടെ ഗ്യാസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇക്വിലിബ്രിയത്തിലായിരുന്നു എന്നുള്ളതാണ് കൺസിഡർ ചെയ്തത്. അപ്പോഴാണ് പെട്ടെന്ന് ആദ്യം വന്നത് എക്സ്റ്റേണൽ സറൗണ്ടിങ്സിൽ ഒരു പ്രഷർ ചേഞ്ച് വന്നു. അപ്പൊ എന്ത് പറ്റും, ഗ്യാസ് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ പോകും. രണ്ടാമത്തെ കേസാണ് പെട്ടെന്ന് സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ ഒന്ന് മാറുവാണെങ്കിൽ വീണ്ടും ഇവർ നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടന്ന നമ്മുടെ സിസ്റ്റം കുറെ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സിലേക്ക് പോകും. പക്ഷെ എന്ത് പറ്റും വെച്ചാൽ ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയ പോലെ ഇക്വിലിബ്രിയത്തിൽ എത്തുകയും ടെമ്പറേച്ചറും പ്രഷറും ഈ ഫസ്റ്റ് വന്ന ഇതേ കേസിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ, ഈ രണ്ട് കേസിലും ഈ എന്ത് പറ്റും, നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അവസാനം വീണ്ടും കുറച്ചു നേരം കഴിയുമ്പോൾ തെർമൽ ഇക്വിലിബ്രിയം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ എത്തും. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ ഇപ്പം ഗ്യാസ് വാക്വത്തിൽ ഫ്രീ എക്സ്പാൻഷനിൽ നമ്മൾ ആ ഒരു എക്സാമ്പിൾ അവിടെ നമ്മൾ കണ്ടിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് കണ്ടിരുന്നു. പിന്നെ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഒരു എക്സ്പ്ലോസീവ് കെമിക്കൽ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു. അപ്പം അങ്ങനത്തെ കേസുകളിലെല്ലാം എന്താ സംഭവിക്കുക, പെട്ടെന്ന് ഇപ്പൊ ഗ്യാസ് പെട്ടെന്ന് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് എന്തെങ്കിലും ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ അവിടേക്ക് സംഭവിക്കുകയാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും, ഒരുപാട് നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സിലേക്ക് പോകും. അത് നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സിലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിനെ ആ സമയത്ത് ഒരു പർട്ടിക്കുലർ പ്രഷറോ ടെമ്പറേച്ചറോ ഒന്നും വെച്ച് ഡിഫൈൻ ചെയ്യാൻ സാധിക്കാതെ വരും. തെർമോഡൈനാമിക് വേരിയബിൾസ് വെച്ചിട്ടാണ് ഒരു സിസ്റ്റത്തിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, അതായത് പ്രഷർ, ടെമ്പറേച്ചർ. ആ വേരിയബിൾസ് ഒന്നും വെച്ച് അതിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കാതെ വരും അങ്ങനെ വരുമ്പോൾ. ഓക്കെ, ദാറ്റ് മീൻസ് ഈ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തില്ല, വെൽ ഡിഫൈൻഡ് വാല്യൂസ് ഒന്നും ഇല്ല. അപ്പം എപ്പോഴും നമ്മളൊരു സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ്, ഇവിടെ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ് ബേസിക്കലി സംഭവിക്കാതെ ഈ സിസ്റ്റവും അതിന്റെ സറൗണ്ടിങ്സും തമ്മിലുള്ള ഈ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച്. അപ്പം അങ്ങനെയുള്ള അതാണ് നമ്മുടെ പ്രോസസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ബേസിക്കലി അതാണ്. അപ്പൊ നമ്മൾ എല്ലാ പ്രോസസ്സും ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മളിപ്പോ കണ്ടു ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ സറൗണ്ടിങ്സിൽ പെട്ടെന്ന് ഒരു പ്രഷർ ചേഞ്ചോ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ചേഞ്ചോ ഒക്കെ വരുമ്പോൾ അത് വല്ലാതെ സിസ്റ്റത്തിനെ ബാധിക്കുന്നത്, സിസ്റ്റം ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് മാറി നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് എത്തുകയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം വരാതിരിക്കാൻ എപ്പോഴും നമ്മൾ പ്രോസസ്സുകളെല്ലാം നമ്മളൊരു ഐഡിയലൈസ്ഡ് ആക്കിയാണ് വെക്കുന്നത്. അത് എല്ലാ സ്റ്റേജസിലും, ഓരോ സ്റ്റേജസിലും സിസ്റ്റം എപ്പോഴും ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ആണ് എന്നുള്ള തരത്തിലുള്ള എന്താണ് ഒരു അങ്ങനത്തെ ഐഡിയലൈസ്ഡ് പ്രോസസ്സാണ് നമ്മൾ എപ്പോഴും അതുകൊണ്ട് വിചാരിക്കുന്നത്. സിസ്റ്റം ഈസ് ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ദാറ്റ് ഈസ് സിസ്റ്റം ഈസ് ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് എവറി സ്റ്റേജ് വിത്ത് സറൗണ്ടിങ്സ് എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ എപ്പോഴും. ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആയിട്ട് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത്.
അപ്പം അങ്ങനെ ഒരു സിസ്റ്റം എല്ലാ സമയത്തും സറൗണ്ടിങ്സുമായിട്ട് എല്ലാ സമയത്തും ഇക്വിലിബ്രിയത്തിലാവണം. അത് സിസ്റ്റത്തിന്റെയും സറൗണ്ടിങ്സിന്റെയും പ്രഷറും സിസ്റ്റത്തിന്റെയും സറൗണ്ടിങ്സിന്റെയും ടെമ്പറേച്ചറും എല്ലാ സമയത്തും സെയിം ആയിക്കൊണ്ടേയിരിക്കണം. അങ്ങനത്തെ പ്രോസസ്സ് മതി എന്നുള്ള തരത്തിൽ അങ്ങനത്തെ ഐഡിയലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഐഡിയലൈസ്ഡ് പ്രോസസ്സാണ് ഏറ്റവും കൺവീനിയന്റ് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ വെച്ച് പറയുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിരിക്കും. അത് സ്ലോ എന്ന് വെച്ചാൽ അത് ഇൻഫിനിറ്റ്ലി സ്ലോ ആയിരിക്കും. നമ്മുടെ എന്താണ് അത് ഇൻഫിനിറ്റ്ലി സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ മാത്രമേ എപ്പോഴും എന്താണ് പ്രഷറും ടെമ്പറേച്ചറും സിസ്റ്റത്തിന്റെ സറൗണ്ടിങ്സിനും സെയിം ആയിട്ടിരിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് മെൻഷൻ ചെയ്യുന്നത്. ക്വാസി സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ക്വാസി മീൻസ് നിയർലി, സ്റ്റാറ്റിക് മീൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പം എപ്പോഴും ആ ഹീറ്റ് ട്രാൻസ്ഫറൻസ് ആ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ക്വാസി സ്റ്റാറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു പ്രോസസ് വളരെ സ്ലോ ആയിട്ടൊരു പ്രോസസ് ആണെങ്കിൽ നമുക്ക് ആ തെർമോഡൈനാമിക് വേരിയബിൾസിനെ നമുക്ക് ആ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഈസി ആവും. അപ്പം ഇങ്ങനെ ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം അതിന്റെ നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസ് ആയിട്ടുള്ള പ്രഷർ, അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ വോളിയം, ഇതെല്ലാം ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഇവര് ചേഞ്ച് ചെയ്യുന്നത്. ഇതിനെല്ലാം വെരി സ്ലോ ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. ഓരോ സമയത്തും വളരെ സ്ലോലി അത് ചേഞ്ച് ചെയ്യുള്ളൂ. ഇറ്റ് സ്ലോലി ചേഞ്ചസ്. അങ്ങനെ പതുക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എപ്പോഴും അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് തെർമൽ ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്ലോ ആയിട്ട് അത് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. സറൗണ്ടിങ്സിന്റെ പ്രഷറും സറൗണ്ടിങ്സിന്റെ പ്രഷറിലേക്ക് പതുക്കെ എത്തുവാണ്. ഓക്കെ, സ്ലോ ആയിട്ട് ചേഞ്ച് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്കും എപ്പോഴും ഒരു തെർമൽ ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം അതിന് സറൗണ്ടിങ്സ് ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പം ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൽ എല്ലാ സ്റ്റേജിലും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേജിലും ഇഫ് ദ പ്രോസസ് ഇസ് ക്വാസി സ്റ്റാറ്റിക്, ഓരോ സ്റ്റേജിലും ആ സിസ്റ്റവും അതുപോലെ തന്നെ സറൗണ്ടിങ്സും തമ്മിലുള്ള പ്രഷർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി സ്മോൾ ആയിരിക്കും. ഇപ്പൊ സിസ്റ്റത്തിന്റെ പ്രഷറും അതിന്റെ സറൗണ്ടിങ്സിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷറായിട്ട് എടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതായിരിക്കും, വെരി സ്മോൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ടെമ്പറേച്ചർ. സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറും സറൗണ്ടിങ്സിന്റെ അത് എക്സ്റ്റേണൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതായിരിക്കും, വളരെ സ്മോൾ ആയിരിക്കും. അത് വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ആയിരിക്കും. അത് ഇറ്റ് വിൽ ബി ലൈക്ക് വളരെ ചെറിയൊരു എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് ഓൾവേസ് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസും ടെമ്പറേച്ചർ ഡിഫറൻസും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നിലനിർത്തിക്കൊണ്ടുള്ള പ്രോസസ്സിനാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുക. അപ്പൊ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൽ ഈ ഇപ്പൊ പുറത്തെ ഒരു റിസർവോയർ, സിസ്റ്റത്തിന്റെ അടുത്തൊരു റിസർവോയർ ഉണ്ടെങ്കിൽ ആ റിസർവോയറും അതുപോലെ തന്നെ സിസ്റ്റത്തിന്റെ പുറത്തെ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നതും ഉള്ളിലെ ടെമ്പറേച്ചർ, സിസ്റ്റത്തിന്റെ പ്രഷറും സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറുമായിട്ടൊക്കെ വളരെ ചെറിയ വ്യത്യാസത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിപ്പോ നമുക്ക് നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത് പി ആണെങ്കിൽ പുറത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ സം പി പ്ലസ് ഡെൽറ്റ പി ആണെങ്കിൽ ഈ ഡെൽറ്റ പി ഇപ്പൊ പി പ്ലസ് പക്ഷെ ഇപ്പം ഇത് സിസ്റ്റത്തിന്റെ പ്രഷർ പി ആണെങ്കിൽ പുറത്തെ സറൗണ്ടിങ്സിന്റെ പ്രഷർ പി പ്ലസ് ഡെൽറ്റ പി ആണെങ്കിൽ ഈ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒരു വെരി സ്മോൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. അതുപോലെ ഇപ്പം സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ടി ആണെങ്കിൽ ഏതെങ്കിലും ഒരു പുറത്തെ സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സം ടി പ്ലസ് ഡെൽറ്റ ടി ആയിരിക്കും. ഇൻ ദാറ്റ് കേസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് എപ്പോഴും ആ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനും പ്രഷർ ഡിഫറൻസിനെയൊക്കെ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് അത് സ്ലോ ആയിട്ട് ചേഞ്ച് ചെയ്ത് എപ്പോഴും തെർമൽ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിലാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുക. ഓക്കെ, അപ്പം ഇപ്പം നമുക്കൊരു ഗ്യാസിനെ അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇപ്പൊ ഒരു ഗ്യാസ് ആണ്, അതിന് ഇനീഷ്യലി അതിന്റെ പ്രഷർ പിയും ടെമ്പറേച്ചർ ടിയുമാണ്. അതിനെ നമുക്ക് ഈ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഒരു പി പ്രൈമും
ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടി പ്രൈമായിട്ട് നമുക്ക് മാറ്റണം. അപ്പൊ നമ്മൾ അത് മാറ്റാൻ പോകുന്നത് ക്വാസി സ്റ്റാറ്റിക്കലി മാറ്റാൻ പോവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് വഴി മാറ്റാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സ്റ്റേണൽ പ്രഷർ, അതായത് എപ്പോഴും എന്തിട്ടും ഗ്യാസിന് ചുറ്റുമുള്ള സറൗണ്ടിങ്സിന്റെ പ്രഷർ എന്ത് ചെയ്യണം, മാറ്റി മാറ്റി അത് പി പ്രൈം ആവണം. അതുപോലെ എന്ത് ചെയ്യണം, ചുറ്റുമുള്ള ടെമ്പറേച്ചർ അതിന് കോണ്ടാക്ട് ആയിരിക്കുന്ന ആ ടെമ്പറേച്ചർ മാറി മാറി അത് അവസാനം ടി പ്രൈമിലേക്ക് എത്തണം. അങ്ങനെയാണല്ലോ ഫൈനലി അച്ചീവ് ചെയ്യുക. അപ്പൊ ഈ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിൽ മാറ്റും. ചെറിയ എമൗണ്ടിലാണ് സറൗണ്ടിങ്സിന്റെ പ്രഷർ മാറ്റുന്നത്, ചെറിയ ചെറിയ എമൗണ്ടിൽ. അപ്പം ഓരോ സമയത്തും സിസ്റ്റം ആ ചെറിയ ചെറിയ പ്രഷർ വാല്യൂയിലേക്ക് ഈക്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് അത് വളരെ ഇൻഫിനിറ്റ്ലി സ്ലോ ആയിട്ട് ചെയ്യും അണ്ടിൽ സിസ്റ്റം പി പ്രൈം എന്ന് പറഞ്ഞ പ്രഷറിൽ എത്തുന്നിടം വരെ. അതുപോലെ ടെമ്പറേച്ചറിന്റെ കേസിലാണെങ്കിൽ എപ്പോഴും എന്താണ്, ആ ഒരു നമ്മുടെ സറൗണ്ടിങ് റിസർവ്, അതായത് എന്താ ഒരു അത് ഈ ബോഡിക്ക് ഇനഫ് ടെമ്പറേച്ചർ, തെർമൽ എനർജി സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആളാണ് റിസർവയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ ബോഡിക്ക് ആവശ്യത്തിന് എന്താണ് തെർമൽ എനർജി സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സറൗണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ബോഡിയാണ് റിസർവയർ എന്ന് വിളിക്കുക. അപ്പൊ ആ റിസർവയറുമായിട്ടുള്ള ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ഇൻഫിനിറ്റ്ലി സ്മോൾ ടെമ്പറേച്ചർ ഡിഫറൻസിലായിരിക്കും റിസർവയറിനെ കീപ്പ് ചെയ്യുന്നത്. അപ്പം ടെമ്പറേച്ചർ സിസ്റ്റം അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കുറച്ചും കൂടെ കൂടിയ ടെമ്പറേച്ചർ, ഇച്ചിരി കൂടി കൂടിയ ടെമ്പറേച്ചർ അതിൻ്റെ അടുത്തേക്ക് വയ്ക്കുകയും അങ്ങനെ പ്രോഗ്രസീവ്ലി അത് കൂട്ടി കൂട്ടി വന്ന് ഫൈനലി അത് ടി പ്രൈം എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് അച്ചീവ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പം ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ, ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് ആണ്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഇപ്പം ഒരു പ്രോസസ്സിനെ നമുക്ക് ക്വാസി സ്റ്റാറ്റിക് എന്ന് നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്വാസി സ്റ്റാറ്റിക് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പം കാര്യം ഇത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് ഡിഫറൻസ് സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനും കൊടുത്തു മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പം നോർമലി സഫിഷ്യൻ്റ്ലി സ്ലോ ആയിട്ടുള്ള, അതായത് സ്ലോ ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫറൻസ് നടക്കുന്ന പ്രോസസ്സും അതുപോലെ സ്ലോ ആയിട്ട് സിസ്റ്റം വേരിയബിൾസിന്റെ ചേഞ്ചസ് നടക്കുന്ന പ്രോസസ്സുകളും, അതുപോലെ പെട്ടെന്നുള്ള ഫാസ്റ്റർ ആയിട്ടുള്ള, ഒരു ഗ്യാസിനെ സംബന്ധിച്ച് അതിന്റെ പിസ്റ്റനൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്ത് പിസ്റ്റൺ മൂവ് ചെയ്യാത്തതും, അതുപോലെ തന്നെ വലിയ ടെമ്പറേച്ചർ ഡിഫറൻസ് സറൗണ്ടിങ്സും സിസ്റ്റംസും തമ്മിലൊന്നും ഇല്ല, അധികം ഇല്ല എങ്കിൽ നമ്മൾ അതിനെ ഐഡിയൽ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്നുള്ള നിലയിൽ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മുതൽ കുറച്ച് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകൾ തന്നെയാണ് ഇവിടെ കാണാൻ പോകുന്നത്. കുറച്ച് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. അതായത് നമുക്ക് സ്ലോ ആയിട്ടുള്ള, എല്ലാ സമയത്തും സിസ്റ്റം സറൗണ്ടിങ്സും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ ആവുന്ന കുറച്ച് പ്രോസസ്സുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്. ഇതെന്ന് പറയുന്ന ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. ക്വാസി സ്റ്റാറ്റിക് മീൻസ് ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. അതുകൊണ്ട് ഓരോ സമയത്തും സിസ്റ്റവും സറൗണ്ടിങ്സും തെർമലും മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കും. അപ്പം ഈ ഐസോതെർമൽ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഈ പ്രോസസ്സിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്തുകൊണ്ടുള്ള സറൗണ്ടിങ്സുമായിട്ടുള്ള മറ്റ് കാര്യങ്ങള് വേരിയബിൾസിന് ചേഞ്ച് വരുന്ന ഈ ഒരു പ്രോസസ്സിനാണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സച്ച് ടൈപ്പ് ഓഫ് പ്രോസസ് ആർ കോൾഡ് ഐസോതെർമൽ പ്രോസസ്. ഇപ്പൊ ഒരു മെറ്റാലിക് സിലിണ്ടറിന്റെ ഉള്ളിൽ മെറ്റാലിക് സിലിണ്ടറിന്റെ അകത്ത് ഒരു ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് ആ ഗ്യാസിനെ ഒരു ലാർജ്
റിസർവോയർ എന്തെങ്കിലും ഫിക്സഡ് ടെമ്പറേച്ചർ, അതായത് നമുക്ക് ടെമ്പറേച്ചറിനെ ഫിക്സ് ചെയ്യിപ്പിക്കണമല്ലോ. അപ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ലാർജ് റിസർവോയർ, ആ റിസർവോയറിന് ഫിക്സഡ് ടെമ്പറേച്ചർ ഒരു ലാർജ് റിസർവോയറിനകത്ത് ഈ മെറ്റാലിക് സിലിണ്ടർ വെക്കുകയാണെങ്കിൽ നമുക്കറിയാം റിസർവോയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഈ റിസർവോയറിന്റെ ലാർജ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാരണം തന്നെ ഇവിടെ ഇപ്പം ഈ ഉള്ളിൽ ഗ്യാസിന്റെ എക്സ്പാൻഷൻ നടക്കും. ഇപ്പൊ പ്രോസസ് എന്ന് പറയുന്ന എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ്, ആൻഡ് അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നടക്കുകയും ചെയ്യും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റിസർവോയർ എന്ന നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. അവിടേക്ക് ഉള്ള ഹീറ്റ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്ന ഒരു കാരണവശാലും ആ ടെമ്പറേച്ചറിന്റെ റിസർവോയറിനെ ഒരിക്കലും മാറ്റത്തില്ല. ഓക്കെ, ടെമ്പറേച്ചർ, ആ റിസർവോയറിന്റെ ടെമ്പറേച്ചർ മാറ്റത്തില്ല. കാര്യം റിസർവോയർ എന്ന് പറയുന്നതിന് ലാർജ് ഹീറ്റ് കപ്പാസിറ്റി ആണുള്ളത്. ലാർജ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള, അങ്ങനെ ലാർജ് തെർമൽ കപ്പാസിറ്റി ഉള്ള ഒരു റിസർവോയറിനെ സംബന്ധിച്ച് അത് എന്തെങ്കിലും ഹീറ്റ് ആ സിസ്റ്റത്തിന് കൊടുത്താലും അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഐഡിയലി ഒരു ഐസോസ്റ്റാറ്റിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ് ആയിട്ട് വിചാരിക്കാൻ സാധിക്കും. അപ്പൊ അതൊരു ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. ടെമ്പറേച്ചർ, സിസ്റ്റത്തിന് ടെമ്പറേച്ചർ ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ് ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ദ ഐസോതെർമൽ പ്രോസസ്. ഇനി അടുത്ത മറ്റൊരു പ്രോസസ് ആണ് ദാറ്റ് ഇസ് ദ ഐസോബാറിക് പ്രോസസ്. അത് അടുത്തൊരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ആണ്. ഓക്കെ, ഈ ഐസോബാറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രഷർ ഓഫ് ദ സിസ്റ്റം ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. ഓക്കെ, പ്രഷർ ഓഫ് ദ സിസ്റ്റം ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആവുന്നത്. ഇവിടെ പ്രഷർ, സിസ്റ്റത്തിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് ഉള്ള പ്രോസസ്സിനെയാണ് ഐസോബാറിക് പ്രോസസ് എന്ന് വിളിക്കാം. ഇനി അതല്ലാതെ മറ്റൊരു ഐസോസ്റ്റാറ്റിക് പ്രോസസ് ആണ് ഐസോഘോറിക് പ്രോസസ്. ഐസോഘോറിക് പ്രോസസ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ വോളിയം ഓഫ് ദ സിസ്റ്റം കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഐസോഘോറിക് പ്രോസസ്. ഇനി സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഐസൊലേറ്റഡ് ആണെന്ന് വിചാരിക്കാം. അതായത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റ് ഫ്ലോ ഒന്നും തന്നെ നടക്കുന്നില്ല. അങ്ങനത്തെ പ്രോസസ്സിനെയാണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ദ അഡയബാറ്റിക് പ്രോസസ്. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഇൻസുലേറ്റഡ് ആണ്. സിസ്റ്റം ഇസ് ഇൻസുലേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ്. ദാറ്റ് മീൻസ് നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഒരു ഹീറ്റ് ഫ്ലോ നടക്കാത്ത പ്രോസസ്സിനെയാണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കുക. അപ്പം ഇതിന്റെ എല്ലാ ഡെഫിനിഷൻസ് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ തെർമോഡൈനാമിക് പ്രോസസ്സുകളുടെ ഡെഫിനിഷൻസ് ആണ് നമ്മളുടെ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഐസോതെർമൽ മീൻസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഐസോബാറിക് ആണെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ്, ഐസോഘോറിക് ആണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ്, അഡയബാറ്റിക് ആണെങ്കിൽ ഹീറ്റ് ഫ്ലോ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു പ്രോസസ്സ് നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ദാറ്റ് ഈസ് സെക്ഷൻ 12.8.2 ഐസോതെർമൽ പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഈസ് ഫിക്സ്ഡ് ഇൻ ദിസ് പ്രോസസ്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച്, ഓക്കെ, അപ്പൊ നമ്മളൊരു ഐഡിയൽ ഗ്യാസിനെ കൺസിഡർ ചെയ്യണം. വി ആർ കൺസിഡറിങ് ഐഡിയൽ ഗ്യാസ്. നമ്മൾ ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യുവാണ്. അപ്പൊ നമുക്ക് ഇറ്റ് ഒബേസ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ആൻഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ PV is equal to μRT. അപ്പൊ നമ്മൾ 1 mole ഓഫ് ഗ്യാസ് എടുക്കുന്നു. ആൻഡ് ഇവിടെ നമുക്കറിയാം, സോ ഇത് കോൺസ്റ്റന്റ് ആണ്. ഇപ്പം എത്ര മോൾ എടുത്താലും നോക്കുക, ഇവിടെ നോക്കിയിട്ട് ഇതിനകത്ത് കോൺസ്റ്റൻസ് ആരെങ്കിലും നോക്കുകയാണ്. PV is equal to μRT is the equation. സോ ഈ ഇക്വേഷൻ്റെ അകത്ത്, ഈ സിറ്റുവേഷൻ്റെ അകത്ത് ഈ ബിക്കോസ് ദിസ് ഇസ് എന്താണ് ഐസോതെർമൽ പ്രോസസ് ആണല്ലോ. അപ്പൊ ഐസോതെർമൽ പ്രോസസ് ആവുന്ന ഈ കേസിൽ ഇതിൻ്റെ അകത്ത് വരുന്ന കോൺസ്റ്റൻസ് എന്തൊക്കെയാണ്? ഈ ഇക്വേഷൻ്റെ അകത്ത് പ്രഷറും വോളിയം ചേഞ്ച് ചെയ്യും. മ്യൂ കോൺസ്റ്റന്റ് ആണ്. R is the universal gas constant, അതും കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് വരുന്ന PV is equal to ഇതിന്റെ എല്ലാം വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ PV എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടി, വിച്ച് ഇംപ്ലൈസ്
പിയുടെ പ്രൊപ്പോർഷണാലിറ്റി വോളിയമായിട്ട് പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതായത് ഗ്യാസിന്റെ പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇതാണ് നമ്മൾ ഓൾറെഡി കണ്ട ബോയിൽസ് ലോ. ഓക്കെ, ഇപ്പൊ ബോയിൽസ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ട ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. അതാണ് ബോയിൽസ് ലോ. അപ്പം ദിസ് ഇസ് ദാറ്റ് കേസ്. ഓക്കെ, അപ്പം ആ ഒരു കേസ് വരുന്ന ഒരു കണ്ടീഷനാണ് ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു എന്താണ് നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് അതിന് മുന്നേ നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ വിൽ ബി ഹാവിങ് നമുക്ക് 3 വേരിയബിൾസ് ആണ് ജനറലി ഉള്ളത്. നമുക്ക് പ്രഷറും വോളിയവും ടെമ്പറേച്ചർ ഇതെല്ലാം സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നിൽക്കാൻ പോകുന്നത് നമ്മളിപ്പം ഒരെണ്ണം എന്ന് പറയുന്നത് വോളിയവും അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചറുമാണ് ഇതിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ആൻഡ് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഹിയർ പി ആണ്. അത് പിയുടെ നമ്മൾ അങ്ങനെ എടുക്കുകയാണ്. അപ്പൊ പി ആണ് അതിന്റെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് ഇൻഡിപെൻഡന്റ് ആണെങ്കിലും പിന്നെ വി നമ്മൾ ഇൻഡിപെൻഡന്റ് നമുക്കാക്കാം, ഒരെണ്ണം പി ഡിപ്പെൻഡ് ആക്കാം. അപ്പൊ പി എങ്ങനെയാണ് ഈ വിയെ റിലേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി ആണ്. അപ്പം പി എങ്ങനെയാണ് വിയോട് ഡിപ്പെൻഡന്റ് ആവുന്നത് നമുക്ക് ഈ ഫോർമുലയിൽ നിന്നും മനസ്സിലാക്കാം. പി ഈസ് ഈക്വൽ ടു മ്യൂ ആർ ടി ബൈ വി. അതാണ് പിയുടെ ഡിപ്പെൻഡൻസ്. ഇങ്ങനെയാണ് പി ഈസ്, ദിസ് ഈസ് ഹൗ പി ഈസ് ഡിപ്പെൻഡിങ് ഓൺ വോളിയം ഓഫ് ദ ഗ്യാസ്, പ്രഷർ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ വോളിയം ഓഫ് ദ ഗ്യാസ്. ഓക്കെ, അപ്പോ സോ ഐ വിൽ സീ ദിസ്. നമുക്ക് ഇപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസ് ഐസോതെർമലി ഒരു ഐഡിയൽ ഗ്യാസിന് ഐസോതെർമൽ പ്രോസസ്സ് നടക്കുകയാണ്. ഓക്കെ, ഐഡിയൽ ഗ്യാസിൽ ഒരു ഐസോതെർമൽ പ്രോസസ്സ് നടക്കുകയാണ്. അപ്പം ടി ആണ് നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ. ടി എന്ന കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് പ്രോസസ്സ് നടക്കുന്നത്. സച്ച് ദാറ്റ് അതൊരു ഇനീഷ്യൽ സ്റ്റേറ്റ് ആയ, അത് ഈ ഐഡിയൽ ഗ്യാസിന് ഇനീഷ്യലി അതിന്റെ വോളിയം P1 പ്രഷറും വോളിയം എന്ന് പറഞ്ഞാൽ V1 ആണ്. അപ്പൊ അത് അതിന്റെ ഫൈനൽ പ്രഷർ എന്ന് പറയുന്ന P2, അതിന്റെ ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ V2. ഇതിങ്ങനെ P1 V1 ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് വന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഐസോതെർമലിയാണ് വന്നത്. ദാറ്റ് മീൻസ് അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് തന്നെയാണ് അത് ഈ ഒരു സ്റ്റേജിലേക്ക് വന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം നോക്കുക. അപ്പൊ നമ്മുടെ ഈ റിലേഷൻ നമ്മൾ അറിയുക. V1 എന്ന് പറഞ്ഞ സിസ്റ്റം, അത് ഗ്യാസിന്റെ പ്രഷർ ഗ്യാസിന്റെ വോളിയം V1 ആവുമ്പോൾ അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താവും? ഇറ്റ് വിൽ ബി നമ്മുടെ മ്യൂ ആർ ടി ബൈ V1 എന്നുള്ളതായിരിക്കും അതിന്റെ പ്രഷർ. ഇനിയിപ്പോ ഗ്യാസിന്റെ പ്രഷർ വോളിയം V2 ആവുമ്പോൾ ആ സമയത്തുള്ള ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് വിൽ ബി മ്യൂ ആർ ടി ബൈ V2. ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് ഇത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മളുടെ എങ്ങനെ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ കുറിച്ച് അവിടെ നമ്മൾ പറഞ്ഞാൽ മതി ഇത് സ്പെസിഫൈ ചെയ്യാൻ. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യാം ഏതെങ്കിലും ഒരു സ്റ്റേജിൽ. അപ്പൊ ഇത് വളരെ ദ പ്രോസസ് ഈസ് ക്വാസി സ്റ്റാറ്റിക്. ഇപ്പം എന്താണ് വളരെ പതുക്കെയാണ് ഇവിടുത്തെ വേരിയബിൾസ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് എക്സ്റ്റേണൽ പ്രഷർ, അതായത് സറൗണ്ടിങ്ങിന്റെ പ്രഷർ എന്ന് പറയുന്നത് പി ആണെന്ന് വിചാരിക്കാം. അപ്പം പ്രോസസ് ഈസ് ക്വാസി സ്റ്റാറ്റിക്. അപ്പം എക്സ്റ്റേണൽ പ്രഷർ പി ആണെന്നാണെങ്കിൽ പ്രഷർ ഓഫ് ദ ഗ്യാസും എന്തായിരിക്കും ആ സമയത്ത് പി തന്നെ ആയിരിക്കും. ഓക്കെ, കാര്യം എക്സ്റ്റേണൽ പ്രഷറും ഇന്റേണൽ, അതായത് ഗ്യാസ് എക്സ്റ്റേണൽ പ്രഷർ മീൻസ് സറൗണ്ടിങ്സിന്റെ പ്രഷർ പി ആണെങ്കിൽ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണ്. ഇപ്പം ആ രീതിയിലാണ്. അപ്പം ഉള്ള ഗ്യാസിന്റെ പ്രഷർ ഏകദേശം പി തന്നെ ആയിരിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ വിഭാഗം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ ഗ്യാസിന്റെ പ്രഷർ പി ആണെന്ന് വിചാരിക്കാം. അപ്പം ആ സമയത്ത് ആ ഗ്യാസിന്റെ വോളിയം ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പൊ ഗ്യാസിന്റെ വോളിയം ഈ പി എന്ന് പറഞ്ഞ പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് ഗ്യാസിന്റെ വോളിയം വി ആയിരുന്നു. അതിനുശേഷം ആ വിയിൽ നിന്നും അതൊരു വി പ്ലസ് ഡെൽറ്റ വിയിലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഗ്യാസിന്റെ പ്രഷർ പി ആയിരുന്ന സമയത്ത് ഗ്യാസിന്റെ വോളിയം വി ആണ്. അതിനുശേഷം ഒരു ചെറിയ ഡെൽറ്റ വി ചേഞ്ച് ആയിരുന്നു സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ V2 വി പ്ലസ് ഡെൽറ്റ വിയിലേക്ക് മാറിയപ്പോൾ
എത്രമാത്രം വർക്ക് ആയിരിക്കും അവിടെ ചെയ്തിട്ടുണ്ടാവുക ഗ്യാസ്. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇവിടെ? അങ്ങനെ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. കാര്യം ഒരു ഡെൽറ്റ വി കൂടിയപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഡെൽറ്റ W, which is equal to P into the നമുക്കറിയാം ചേഞ്ച് ഇൻ വോളിയം. സോ ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ V plus delta V, ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ V. That is P into delta V. This is the work done by the gas. അപ്പം ഇപ്പൊ നമ്മളുടെ ഈ ഒരു നമുക്കറിയാം ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഇത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണ്. അപ്പൊ എപ്പോഴും ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിരിക്കും. സോ നമ്മുടെ ഈ ഡെൽറ്റ വി എന്ന് പറയുന്നത് വളരെ ഇൻഫിനിറ്റ്ലി സ്മോൾ ആണ് ഈ ക്വാണ്ടിറ്റി. അപ്പൊ ഇത് ഏകദേശം സീറോയുടെ അടുക്കുന്ന വരത്തിന് ചെറിയൊരു വാല്യൂ ആണ് ചേഞ്ച് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റ്ലി സ്മോൾ ആണ്. നമുക്ക് ഈ ഡെൽറ്റ W വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എൻ്റെ പ്രോസസ്സിലുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് ഈ ഡെൽറ്റയ്ക്ക് പകരമെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പം ഈ ഡെൽറ്റയ്ക്ക് പകരം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ അവർ ഇക്വേഷൻ ഇസ് ഡെൽറ്റ W ഇസ് ഈക്വൽ ടു P ഡെൽറ്റ V. ഓക്കെ, അപ്പം ഈ ചേഞ്ച് എന്ന് പറഞ്ഞ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് അതിന് ഡിഫറൻഷ്യൽ വെച്ച് ഈ എക്സ്പ്രഷനെ എഴുതാൻ പറ്റും. ഡിഫറൻഷ്യൽ മീൻസ് എല്ലാം ചെറുതാകുമ്പോൾ നമുക്ക് ഡെൽറ്റയെ DVR പ്രോസസ്സിലേക്ക് ഇടാം. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ W എന്ന് പറയുന്നത് വിയിൽ നിന്നും V plus ഡെൽറ്റ വി ആകാനുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വോളിയം V1 ഫൈനൽ വോളിയം V2 ആയിരുന്നു. അപ്പം ഇതിന്റെ വർക്ക് ഈ വർക്ക് എത്രയാണ് വേണ്ടത്? അതായിരിക്കും നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ. V1 നിന്ന് V2 ആവാൻ വേണ്ടിയിട്ടുള്ള അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് DWയിൽ നിന്നും നമുക്ക് W കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ DWനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് W. ഇന്റഗ്രേഷൻ നമ്മൾ പഠിക്കുന്നത് ക്ലിയർ ആണ്. സോ we are going to integrate DW is equal to അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിനും അതേപോലെ ഇന്റഗ്രേറ്റ് ഇട്ട് കൊടുക്കണം ഈ DV. അപ്പോൾ ഇന്റഗ്രൽ DW is equal to PdV. ഇന്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും P എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ, DV ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പം ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വേരിയേഷൻ ആണ് ഇറ്റ് ഈസ് വേരിയിങ് ഫ്രം V1 to V2. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എൻ്റയർ വർക്ക് ഡൺ കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് W is equal to എന്നിട്ട് നമുക്ക് ഈ Pക്ക് പകരം we know that PV is equal to mu RT. ആ ഡിപ്പെൻഡന്റ് വേരിയബിള് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് P. ഓക്കെ, P is the dependent variable and independent വേരിയബിൾ ആണ് നമ്മളുടെ V. അപ്പൊ ഈ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് P is equal to mu RT by V. അപ്പൊ നമുക്ക് Pക്ക് പകരം mu RT by V ഇട്ട് കൊടുക്കാം. ഇവിടെ DV ഓൾറെഡി ഉണ്ട്. ഇന്റഗ്രൽ ഈസ് ഫ്രം V1 to V2. ഈ mu R-ഉം T-യും എല്ലാം കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസുകൾ ഇന്റഗ്രലിന്റെ പുറത്തെടുക്കാം. സോ ഇന്റഗ്രൽ V1 to V2 dV by V ഉണ്ട്. ഓക്കെ, സോ ഞാൻ പുറത്തേക്ക് എഴുതാം. സോ അവർ W is equal to mu RT ഇന്റഗ്രൽ dV by V from V1 to V2. സോ ഇപ്പം ഇത് ഈ ഒരു ഇന്റഗ്രലിന്റെ റിസൾട്ട് നിങ്ങൾ നെക്സ്റ്റ് ഇയർ ഇന്റഗ്രേഷൻ പഠിക്കുന്നത് ഭയങ്കര ഈസി ആവും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് 1/x dx എന്നാണെങ്കിൽ ഈ വരുന്ന ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടെ വരുന്ന ഡിഫറൻഷ്യൽ ഉള്ളെങ്കിൽ ദാറ്റ് ഇന്റഗ്രേഷൻ ഇസ് ln x. അതാണ് അതിന്റെ റിസൾട്ട്. സോ നമുക്കിവിടെ അതിവിടെ അപ്ലൈ ചെയ്യാം. mu RT ln V ആൻഡ് ഇന്റഗ്രേഷൻ ഈസ് ഫ്രം V1 to V2. അപ്പൊ ഈ വിക്ക് പകരം അപ്പർ ലിമിറ്റ് അതിന് മൈനസ് ഈ വിക്ക് പകരം ലോവർ ലിമിറ്റും കൂടി ഇടണം. അങ്ങനെയാണിത് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് mu RT into ln V2 minus ln V1. ഓക്കെ, ഇനി ലാൻഡ് ഒരു പ്രത്യേകതയാണ്. അത് ln A minus ln B ആണെങ്കിൽ നമുക്ക് ln A by B എന്നതിനെ എഴുതാൻ സാധിക്കും. അപ്പൊ അത് വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. mu RT ln V2 by V1 എന്ന് എഴുതാൻ പറ്റും. സോ നമ്മുടെ വർക്ക് ഡൺ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിൽ. ഓക്കെ, അപ്പം എന്താണ് വർക്ക് ഡൺ for an isothermal process is given by mu RT ln V2 by V1.
ഇപ്പൊ നമുക്ക് നമ്മളുടെ ക്വസ്റ്റിന്റെ പ്രഷർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം V2ന്റെ സ്ഥാനത്ത് P1ഉം V1ന്റെ സ്ഥാനത്ത് P2ഉം വരും. കാര്യം അക്കോർഡിംഗ് ടു ബോയ്ൽസ് ലോ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. പ്രഷറിന്റെ ആ ഡിപ്പെൻഡൻസി ഇതിനകത്ത് ഓൾറെഡി തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്തത് ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പൊ ഐഡിയൽ ഗ്യാസില് ഇന്റേർണൽ എനർജി, അതായത് യു എന്ന് പറയുന്നതാണ് ഇന്റേർണൽ എനർജി. ഇന്റേർണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിരുന്നു. അത് ഐഡിയൽ ഗ്യാസിൽ ഇന്റേർണൽ ടെമ്പറേച്ചർ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറിയാലാണ് ഈ കൺസ്റ്റൻസ് മോളിക്യൂൾസിന്റെ ആറ്റത്തിന്റെ എല്ലാം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ചെയ്യും. അപ്പൊ മാത്രമേ അതിന്റെ സമ്മേഷൻ ആണല്ലോ ഇന്റേർണൽ എനർജി. അപ്പം ആ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒക്കെ മാറ്റാൻ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചറിന് മാത്രമേ സാധിക്കുള്ളൂ. ദാറ്റ് മീൻസ് യു ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ടെമ്പറേച്ചർ. അപ്പം അങ്ങനെ ആവുമ്പോഴത്തേക്കും ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ് മീൻസ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ് ഇൻ ദാറ്റ് പ്രോസസ്. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന പ്രോസസ് ആകുമ്പോഴത്തേക്കും അതിന് ഇന്റേണൽ എനർജി ചേഞ്ചിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഡെൽറ്റ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. ദാറ്റ് ഈസ് ഇന്റേണൽ എനർജിക്ക് അത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ ഐസോതെർമൽ പ്രോസസ്. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഇസ് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പം ഐസോതെർമൽ പ്രോസസ് ആണ്, അത് ഐഡിയൽ ഗ്യാസും ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഇൻ ദിസ് കേസ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യുവിനോട് ഈക്വൽ ആയിരിക്കും. അതായത് എത്രമാത്രം ഹീറ്റ് ആണ് ആ ഗ്യാസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതെല്ലാം വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ആവും. അപ്പം ടോട്ടൽ എത്ര ഹീറ്റ് കൊടുത്തിട്ടുണ്ടോ അത്രയും തന്നെ വർക്കും ആ ഗ്യാസ് ചെയ്യും. ക്യൂ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ആവും ഇൻ ദാറ്റ് കേസ്. ഓക്കെ, നമ്മൾ നോക്കുക. അപ്പൊ നമ്മള് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഫോർ ആൻ, അപ്പൊ നമ്മളിത് കണ്ടുപിടിച്ചു. വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ എക്സ്പാൻഷന്റെ എക്സ്പ്രഷൻ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച മ്യൂ ആർ ടി ലാൻ V2 ബൈ V1 കണ്ടുപിടിച്ചത്. അപ്പൊ ഇനി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ നമുക്കിവിടെ ഒരു ഫ്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഫ്രാക്ഷനില് ഇപ്പം ഇൻ കേസ് V2 എന്ന് പറയുന്ന V1നെക്കാട്ടിയും കൂടുതലാണെങ്കിൽ, അതായത് നമ്മൾ ലോഗരിതം എടുക്കുമ്പോൾ ഈ ന്യൂമറേറ്ററിലുള്ള വാല്യൂ ആണ് കൂടുതൽ ഡിനോമിനേറ്ററിനെ അപേക്ഷിച്ച് നോക്കുക. ആ കേസിൽ ലാൻ എടുക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് പോസിറ്റീവ് വാല്യൂ ഉണ്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും വരിക. അങ്ങനെ പോസിറ്റീവ് ക്വാണ്ടിറ്റി വരാം. ഇനി അതല്ലാതെ അത് V1 ആണ് V2നെക്കാട്ടിയും കൂടുതലാണെങ്കിൽ, അതായത് നമ്മളുടെ ലാൻ എടുക്കുമ്പോൾ ഈ ഡിനോമിനേറ്ററിലുള്ള ആളാണ് ന്യൂമറേറ്ററിനെക്കാട്ടും കൂടുതലെങ്കിൽ ഇൻ ദാറ്റ് കേസ് ഈ ലാനിന്റെ വാല്യൂ അതായത് നാച്ചുറൽ ലോഗരിതം ഓഫ് ഈ ഫ്രാക്ഷൻ എടുത്തതിന്റെ നെഗറ്റീവ് ആയിട്ട് വരും. അപ്പൊ നെഗറ്റീവ് ആയിട്ട് വരിക മീൻസ് നമ്മൾ മൊത്തം ഡബ്ല്യുവിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0, അതായത് ഡബ്ല്യു വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും വരിക. അപ്പം പോസിറ്റീവ് ക്വാണ്ടിറ്റി വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഗ്യാസ് വർക്ക് ചെയ്തു, അപ്പോഴാണ് അതിന്റെ വോളിയം ഫൈനൽ വോളിയം ആണ് കൂടുതൽ, വോളിയം എക്സ്പാൻഷൻ സംഭവിച്ചു. ഓക്കെ, ദാറ്റ് മീൻസ് വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. അതായത് അതൊരു ഐസോതെർമൽ എക്സ്പാൻഷനിലാണ് ഇത് സംഭവിക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഫൈനൽ വോളിയം ആണ് ഇനീഷ്യൽ വോളിയത്തിനെക്കാട്ടിയും കൂടുതൽ, മീൻസ് ദാറ്റ് ഇസ് ദ ഐസോതെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പം വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. അപ്പൊ ഗ്യാസ് ചെയ്തു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഗ്യാസ് ഈസ് അബ്സോർബ്ഡ്. ഗ്യാസ് അബ്സോർബ് ചെയ്തു. ഗ്യാസ് ഈസ് നോട്ട് ഗ്യാസ്, ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ഗ്യാസ്. ആ ഹീറ്റ് ഗ്യാസ് അബ്സോർബ് ചെയ്തു ആൻഡ് ഗ്യാസ് സറൗണ്ടിങ്സിലേക്ക് വർക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈ കേസ് നോക്കുക. V1 ഗ്രേറ്റർ ദാൻ V2, ദാറ്റ് മീൻസ് ആദ്യത്തെ വോളിയം ആയിരുന്നു ഫൈനൽ വോളിയത്തിനെക്കാട്ടിയും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ
ദാറ്റ് ഈസ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത് കംപ്രഷൻ ആണ്. ഗ്യാസിന്റെ കംപ്രഷൻ ആണ് അവിടെ സംഭവിച്ചത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുള്ള കംപ്രഷൻ ആയതുകൊണ്ട് ഇൻ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഐസോതെർമൽ കംപ്രഷൻ. അങ്ങനെ ഐസോതെർമൽ കംപ്രഷനിൽ നമുക്ക് മനസ്സിലായി വർക്ക് നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് വർക്ക് നെഗറ്റീവ് ആവുക മീൻസ് വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ്. ഓക്കെ, വർക്ക് ഗ്യാസിലേക്കാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഗ്യാസിനെ കംപ്രസ് ചെയ്യിപ്പിച്ചു. ദാറ്റ് മീൻസ് അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ഹീറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ദ ഗ്യാസ്. ഹീറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ഗ്യാസ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സോ താങ്ക് യു.